ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മണ്ണ് എന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു യൂണിറ്റാണത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട് മലയാളം. ഇത് മലയാളം തന്നെ. പിന്നെ ജനറൽ എക്കണോമിക്സ്, സോഷ്യോളജി അങ്ങനെയൊക്കെയുള്ള കുറച്ച് പുസ്തകങ്ങളുടെയൊക്കെ, അതുപോലെ ഫസ്റ്റ് സെമ്മിൻ്റെ സോഷ്യോളജി മെയിൻ എടുത്ത എല്ലാവർക്കും, അതേപോലെ വേൾഡ് ഹിസ്റ്ററി, പിന്നെ ആർക്കാണ് എക്കണോമിക്സുകാരുടെ വേൾഡ് ഹിസ്റ്ററി, ഇതൊക്കെ നോട്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് എടുത്ത ആളുകൾക്കുള്ള പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതും ചെയ്യുന്നുണ്ട്, ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നു. നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകും. പറഞ്ഞല്ലോ, നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് എൻ്റെ മണ്ണ് എന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കിയുള്ളൊരു ലിഖിതമാണ്. 1896 മുതൽ 1982 വരെയാണ് ആരുടെ കാലഘട്ടം? VT ഭട്ടതിരിപ്പാടിൻ്റെ കാലഘട്ട. ജനനം 1896, മരണം 1982. ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക്, അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാ നോട്ടിലും അതിലെ ഇത് എഴുതിയ ആളിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുന്നുണ്ട്. എല്ലാത്തിലും അതങ്ങനെ ചോദിക്കും എന്നുള്ളതുകൊണ്ടല്ല. ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അളവ് കുറച്ച് കുറഞ്ഞുവെങ്കിൽ അതുകൂടി ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നോട്ടിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാവരെ കുറിച്ചൊന്നും നമ്മളോട് ചോദിക്കുകയൊന്നുമില്ല. അപ്പോൾ നോക്കാം നമുക്ക്. സാമൂഹ്യ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹം മഹാനായ മനുഷ്യസ്നേഹിയും വിപ്ലവകാരിയുമായിരുന്നു. അക്കാലത്ത് സമൂഹത്തിനെ ഗ്രസിച്ച്, അതായത് സമൂഹത്തിൽ നടമാടിയിരുന്ന എല്ലാ അനീതികൾക്കുമെതിരെയും ലേഖനങ്ങളും പ്രസംഗങ്ങളുമായി VT സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വിപ്ലവാദർശം പ്രസംഗിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, തൻ്റെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരികയും ചെയ്ത വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വെള്ളുത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. അതാണ് VT എന്ന് പറയുന്നത് കേട്ടോ. അതാണ് വെള്ളുത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കരിഞ്ചന്ത, ഇതൊക്കെ നാടകങ്ങളാണ്. രജനീരംഗം, പോംവഴി, തെരഞ്ഞെടുത്ത കഥകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ്. സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വെടിവെട്ടം, കാലത്തിൻ്റെ സാക്ഷി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ്. കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, പിന്നെ ജീവിതസ്മരണകൾ, ഇതിൽ ജീവിതസ്മരണകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. VTയുടെ സമ്പൂർണ്ണ കൃതികൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അദ്ദേഹം പറയുന്നത് ഓരോരുത്തരും അവരവർക്കുള്ള ശാസ്ത്രാവബോധത്തിൻ്റെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തെയും ജീവിതത്തെയും നോക്കിക്കാണുന്നു എന്നാണ്. അതായത് ഓരോരുത്തർ അവരവരുടെ ഒരു രീതിശാസ്ത്രം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് അതിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചത്തെയും ജീവിതത്തെയും നോക്കിക്കാണുന്നു എന്നാണ്. അത്തരത്തിൽ സ്വാഭാവികമായി നമ്മിൽ ഉരുത്തിരിഞ്ഞു വന്ന അവബോധമാണ്, അങ്ങനെ നോക്കിക്കാണുന്നത് കൊണ്ട് നമ്മളിലുണ്ടാകുന്ന അവബോധമാണ് ആദർശാത്മകത എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയാ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തൻ്റേതായ കാഴ്ചപ്പാടും നിഗമനവും ഉള്ളവരെ കൊണ്ട് അത് എനിക്കുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാനതുള്ളവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാനും ആദരിപ്പിക്കാനും ശ്രമിക്കും എന്നാണ് VT പറയുന്നത്. മതം, ശാസ്ത്രം, കല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ ബന്ധങ്ങൾ ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് ലക്ഷ്യം? നമുക്കുള്ള കാര്യങ്ങളെ, കാഴ്ചപ്പാടുകളെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ആദരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധൻ, ശ്രീശങ്കരൻ, വ്യാസൻ, വാൽമീകി തുടങ്ങിയ ലോകത്തിന് വെളിച്ചവും വിഭവവും പ്രദാനം ചെയ്യുന്ന ഒട്ടേറെ ചിരഞ്ജീവികൾക്ക് ജന്മം കൊടുത്ത പവിത്രമായ നാടാണ് എൻ്റെ നാട്. എൻ്റെ മണ്ണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ഭാരതത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും ചിരഞ്ജീവികൾ പറഞ്ഞാൽ എക്കാലത്തും മനുഷ്യരിൽ ജീവിച്ചിരിക്കുന്ന, എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് ജന്മം നൽകിയ മണ്ണാണ് അദ്ദേഹത്തിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതം. ചരിത്രാന്വേഷികൾ, ഭൂഗർഭ ഗവേഷകർ, തത്വചിന്തകർ, സാമൂഹ്യ പ്രവർത്തകർ, സംസ്കാര സമ്പന്നന്മാർ മുതലായവരുടെ അന്വേഷണത്തിനും ആദരവിനും വിദേശികളുടെ വ്യാപാരത്തിനും വിഷയീഭവിച്ച, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഈ പ്രദേശം പല സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഏത് പ്രദേശം? ഭാരതം എന്ന നമ്മുടെ നാട് പല സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ്. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എന്നിങ്ങനെ ബന്ധുത്വം പുലർത്തുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഏത് പ്രസ്ഥാനത്തെയും ഉൾക്കൊള്ളാനും വേണ്ടി വന്നാൽ വലിച്ചെറിയാനുമുള്ള വകതിരിവുള്ള ബുദ്ധിജീവികൾ, സമരം നയിക്കാനും സമാധാനം പാലിക്കാനും സഹകരണാടിസ്ഥാനത്തിൽ സംഘടിച്ച വ്യവസ്ഥകൾ എന്നിങ്ങനെ ഒന്ന് മറ്റൊന്നിന് അടിമയോ അല്ലെങ്കിൽ ആശ്രിതനോ അല്ലാത്ത നാനാത്വത്തിൽ ഏകത്വം അനുസരിച്ചുള്ള പ്രവർത്തനം
ഇതിൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറയുന്നു. ആധിപത്യത്തിനുള്ള ആവേശത്തിൽ, അതായത് അന്നത്തെ കാലത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആധിപത്യത്തിനുള്ള ആവേശത്തിൽ പരസ്പരം പോരടിക്കാനും വെട്ടിപ്പിടിക്കാനും അതുപോലെ ദുര്യോഗം ബാധിച്ച നാടുവാഴിത്തം സാംസ്കാരിക ജീവിതത്തിൽ മൂല്യവ്യക്തി പ്രവാഹത്തിനായി വില മാറിയെന്ന് പറഞ്ഞു വെച്ചാൽ, നാടുവാഴികൾ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് നമ്മളെ ഒറ്റിക്കൊടുത്തുകൊണ്ട് പരസ്പരം മത്സരിച്ച നാടുവാഴികൾ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, രാജ്യത്ത് ഒറ്റിക്കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത്രയും മേന്മകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കാണിക്കാം. അങ്ങനെ വിദേശാധിപത്യത്തിനായി നാട് ഒറ്റിക്കൊടുക്കപ്പെട്ടു. ചേരിതിരിഞ്ഞ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും പാശ്ചാത്യ പട്ടാള നായകത്വം കൂട്ടിയുറപ്പിച്ചു. അവരത് മുതലെടുത്തു. കാരണം അങ്ങനെ അവരെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളെല്ലാം കയ്യിലാക്കുന്നതിന് അവരത് ഉപയോഗപ്പെടുത്തി. ഈ പരിവർത്തനം ജീവിത ലക്ഷ്യത്തിലും സാംസ്കാരിക സ്വഭാവത്തിലും സാരമായ വ്യത്യാസങ്ങളും വരുത്തി. കർഷകർ താങ്ങാനാവാത്ത നികുതി ഭാരം കൊണ്ട് കഷ്ടപ്പെട്ടു. ആരുടെ കാലത്ത്? ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതായത് ഉദ്യോഗസ്ഥ വിഭാഗം തടിച്ചു കൊഴുത്തു. നഗരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ഗ്രാമങ്ങൾ തളരുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ നാടിൻ്റെ പ്രത്യേകത പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, പോരായ്മകൾ കൂടി പറയണമല്ലോ. ഈ കെടുതികൾ ഭാരതീയനിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തർദാഹം, അതായത് ഒരു ദാഹം, സ്വാതന്ത്ര്യദാഹം ഭാരതീയരിൽ വളർത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു വിഭാഗം ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും വലിയൊരു വിഭാഗത്തിൽ സ്വാതന്ത്ര്യദാഹം അല്ലെങ്കിൽ സ്വാതന്ത്ര്യബോധം വളർത്തുന്നതിനത് സഹായകമായിട്ടുണ്ട്. ഒറ്റ വെടിയുണ്ട പോലുമില്ലാതെ 2 ലോകമഹായുദ്ധത്തിൻ്റെ സമരമധ്യത്തിൽ നിന്ന് ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലെത്തിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ വിമോചന സമരത്തിന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ന് അദ്ദേഹം അതിലൂടെ അറിയിക്കുകയാണ്. ഈ അസുലഭ സൗഭാഗ്യം നേടിത്തന്ന ഗാന്ധിജിയുടെ ആത്മപ്രഭാവം ലോകാന്തരീക്ഷത്തിൽ ദീർഘകാലം വെട്ടിത്തിളങ്ങി. എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ ദീർഘകാലം ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാക്കി മാറ്റുന്നതിന് അത് സഹായിച്ചു. പൊതുജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചതാണ് ഗാന്ധിജിയുടെ മഹത്വം. ചോദിക്കാറുണ്ട് വൺ വേർഡായിട്ട് കേട്ടോ. അതാണ് പൊതുജീവിതത്തിൽ ധാർമ്മിക മൂല്യത്തിന് പ്രാധാന്യം കൊടുത്തതാണ് ഗാന്ധിജിയുടെ മഹത്വമായിട്ട് ആര് കാണുന്നത്? വീട്ടി കാണുന്നത്. മുതലാളിത്തവും കമ്മ്യൂണിസവും മനുഷ്യത്വത്തിനെ വെല്ലുവിളിച്ച പരിതസ്ഥിതിയിൽ മനുഷ്യ നന്മയെയും മനുഷ്യ സ്നേഹത്തെയും പുനഃപ്രതിഷ്ഠിക്കാനുള്ള സ്നേഹമാണ് ആരന്വേഷിച്ചത്? ഗാന്ധിജി അന്വേഷിച്ചത് എന്ന് വീട്ടി പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ റിപ്പബ്ലിക്കൻ ഭരണഘടനാ സമ്പ്രദായം അല്ലെങ്കിൽ ഭരണ സമ്പ്രദായത്തിൻ്റെ ദീർഘകാല പാരമ്പര്യമൊന്നും ഇവിടെയില്ല, ഭാരതത്തിനില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കില്ല. ജനഭരണത്തിൻ്റെ പുതിയ സമ്പ്രദായം ഇവിടെ ആരംഭിക്കാനാണ് ആരുടെ ദർശനം ചിന്തിച്ചു തുടങ്ങിയത്? ഗാന്ധിജിയുടെ. അതായത് നമ്മൾ ജനാധിപത്യ രീതി ഇന്ത്യയിൽ കൊണ്ടുവരാനായിരുന്നു ഗാന്ധിജിയുടെയും ആദർശങ്ങൾ എന്നാണ് വീട്ടി പറയുന്നത്. ഗാന്ധിജിയെ ഒരു രാഷ്ട്രീയ നേതാവായല്ലാതെ സത്യാന്വേഷിയായ ഒരു സാധാരണ മനുഷ്യനായി കാണാനാവാത്തതാണ് അനുയായികൾക്ക് പറ്റിയ അബദ്ധം എന്ന് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തെ എങ്ങനെയാണ് അതിൻ്റെ അനുയായികൾ കണ്ടിരുന്നത്? ഒരു രാഷ്ട്രീയ നേതാവല്ലാതെ സത്യാന്വേഷിയായ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു സത്യാന്വേഷിയായ മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ കണ്ടത്. അതുതന്നെയാണ് അനുയായികൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധവും എന്ന് വീട്ടി നമ്മളോട് ഉണർത്തുകയാണ്. പലർക്കും ഗാന്ധി മാർഗത്തെ ഒരു രാഷ്ട്രീയ തത്വസംഹിതയായിട്ട് കാണാനേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യം അതും വീട്ടി പറയുന്നുണ്ട് കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാം പുതിയൊരു പരീക്ഷണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഒരുപാട് പോരായ്മകളുണ്ട്. ആരുടെ അഭിപ്രായത്തിൽ? വീട്ടിയുടെ അഭിപ്രായത്തിൽ. എന്താണ്? കൂടുതൽ പേര് ഇവിടെ വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയൊക്കെ നേടി, എന്നിട്ടും എന്തില്ല? അടിസ്ഥാനപരമായൊരു മാറ്റവും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നും വീട്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനവും കർമ്മോത്സുകത എന്താണ് പ്രവർത്തിക്കാനുള്ള കഴിവും ഒക്കെ വർദ്ധിച്ചിട്ടും എന്താണ് അത് ഉപയോഗപ്പെടുത്താൻ ആളുകൾ തയ്യാറല്ല. ഇന്ന് മനുഷ്യത്വം തീർത്തും ഒരങ്ങാടിച്ചരക്കായി മാറിയിരിക്കുന്നു എന്നും വീട്ടി പറയുന്നുണ്ട്. പഴയതെല്ലാം തകരുന്നു, പുതിയതിൽ പ്രാഗൽഭ്യം നേടാൻ കരവിരുത് വന്നിട്ടുമില്ല. ഇത്തരത്തിലുള്ള അനേകം പേർക്ക്, അതായത് ഇങ്ങനെയുള്ള കുറച്ചാൾ ഇങ്ങനെ പഴയതൊക്കെ തകർന്നു, പുതിയ അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായ ഈ പുതിയ രീതിയിൽ പ്രാഗൽഭ്യം നേടാൻ കരവിരുത് വന്നിട്ടുമില്ലാത്ത ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ എന്ത് കൊടുക്കണം? അത്തരത്തിലുള്ള അനേകം ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇതിന് ശേഷമുള്ള കാര്യം പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യം. സാമൂഹ്യ പ്രതിബന്ധങ്ങളെ അകറ്റി അവരെ കർമ്മനിരതരാക്കണം. അതും രാഷ്ട്രം ചെയ്യേണ്ടതാണ്. അത് കർമ്മനിരതരാക്കുക, അധ്വാനിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റണം. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണരംഗത്തെത്തിയ നേതാക്കൾക്കും കക്ഷികൾക്കും ഭാവി ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ലക്ഷ്യവും മാർഗവും കണ്ടെത്താനും
കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ മൗലികമായ ലക്ഷ്യം വ്യക്തിത്വത്തിൻ്റെ പ്രകാശനത്തിന് അനുയോജ്യമായ അവസരവും സ്വാതന്ത്ര്യവും അനുവദിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി രൂപീകരിക്കലാണ് എന്ന് വീട്ടി പറയുന്നു. സാമൂഹ്യ ബോധമുള്ള വ്യക്തികളും സമൂഹവുമാണ് എവിടെ ഉണ്ടാകേണ്ടത്? ഭാരതത്തിൽ ഉണ്ടാകേണ്ടത്. ഭാരതീയന് അവൻ ജനിച്ച മണ്ണിനോടും സംസ്കാരത്തിനോടും കൂറും അഭിമാനവും ഉണ്ടാകണം. അതായത് സ്നേഹവും അഭിമാനവും ഉണ്ടാകണം. മനുഷ്യൻ്റെ മാറ്റു നോക്കുന്ന ഉരകല്ലാണ് സംസ്കാരം എന്നാണ് വീട്ടി പറയുന്നത്. പാരമ്പര്യവും പരിസ്ഥിതിയും അതിൻ്റെ നിദാനങ്ങളുമാണ്. ഇതിൻ്റെ സംസ്കാരത്തിൻ്റെ നിദാനങ്ങളുമാണ്. വലുതും ചെറുതുമായ പർവ്വതപ്രാന്തങ്ങളിൽ നിന്ന് ഉറവയെടുത്ത്, അദ്ദേഹത്തിൻ്റെ സാഹിത്യഭാഷയാണ്, ഉറവയെടുത്ത് വിശാലവും നിമ്നോന്നതവുമായ ഭൂമിഭാഗങ്ങളിൽ ഓടി ഒഴുകി സമുദ്രത്തിൽ വന്ന് വലയം പ്രാപിക്കുന്ന നദികളെപ്പോലെ ഈ സംസ്കാരങ്ങളെല്ലാം ഒന്നു ചേരുന്നത് മനുഷ്യത്വത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ധാരാളം സംസ്കാരങ്ങൾ ഭാരതത്തിലുണ്ട്. ആ സംസ്കാരങ്ങളെല്ലാം എന്താണ്? ഒന്നിച്ച് വന്നിട്ട് അവ ഒന്നു ചേരുമ്പോൾ, അവരെല്ലാം ഐക്യത്തിലെത്തുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? മനുഷ്യത്വം രൂപം കൊള്ളുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അത് കാവ്യഭാഷയിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. രാഷ്ട്രീയം, മതം തുടങ്ങിയ പരിധികളില്ലാത്ത ശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ജീവിതോപാധികളിലാണ് മാനവ സമുദായത്തിൻ്റെ ഭാവുകത്വത്തിന് സ്വീകരിക്കേണ്ട മാർഗമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ദേശീയത്വത്തെയും അന്തർദേശീയത്വത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാല വീക്ഷണമുള്ള വ്യക്തികളെ വാർത്തെടുക്കുന്ന ഭരണ സംവിധാന ക്രമമാണ് ഭാരതത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നും വീട്ടി പറയുന്നു. ഭാരതം എൻ്റെ പിതൃഭൂമിയാണ്. അതിൻ്റെ പുരോഗതിയിലും അതിൻ്റെ തകർച്ചയിലും ഞാൻ പങ്കാളിയാണ്. അതിൻ്റെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വ്യക്തിത്വം അർപ്പണ മനോഭാവത്തോടെ നൽകാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ആര്? യഥാർത്ഥ രാജ്യസ്നേഹികൾ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരക്കാർക്ക് ഭൂരിപക്ഷമുള്ളിടത്ത് ജനാധിപത്യ വ്യവസ്ഥ സ്വാഭാവികമായിട്ട് അങ്ങനെ രൂപം കൊണ്ടുകൊള്ളും എന്നും വീട്ടി അഭിപ്രായപ്പെടുന്നുണ്ട്. ആത്മാക്കളെയും അതുപോലെ ആഫലോദയ കർമാക്കളെയും വളർത്തിക്കൊടുക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞാൽ അജന്മശുദ്ധാത്മാക്കളെ എന്ന് പറഞ്ഞാൽ നല്ലതായ കുറേ മനുഷ്യരെയും പിന്നെ നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറുള്ളവരുമായ കുറേ ആളുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് വീട്ടി പറയുന്നത്. മനുഷ്യത്വം വെറും അങ്ങാടിച്ചരക്കായ കാലഘട്ടത്തിൽ കർമ്മോത്സുകരും രാജ്യസ്നേഹികളുമായ തലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നത്. നടുവാഴ്ത്ത കാലം നമ്മൾ പറഞ്ഞല്ലോ, നടുവാഴ്ത്ത കാലം, ആ കാലം യാതൊരു മടിയുമില്ലാതെ എന്ത് ചെയ്തിരുന്നു? വിദേശികൾക്ക് ഒറ്റിക്കൊടുക്കുന്ന സ്വന്തം നാടിനെ തിരിച്ചു പിടിക്കാൻ ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കൾ ചെയ്ത പ്രയത്നത്തെയാണ് അദ്ദേഹം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യത്വത്തിന് എല്ലാത്തിനും മീതെ പ്രാധാന്യം കൊടുത്ത ഗാന്ധിജിയുടെ ദർശനം അനുയായികൾ വേണ്ടത്ര തിരിച്ചറിഞ്ഞില്ല എന്ന് ആര് കുറ്റപ്പെടുത്തുന്നുമുണ്ട്? വീട്ടി കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അനീതിക്കെതിരെ പോരാടാൻ ഒരാളെ പ്രാപ്തനാക്കുന്നത് മനുഷ്യത്വമാണ്. അതിന് വീട്ടിയുടെ ജീവിതം തന്നെ മതിയായ ഒരു തെളിവും കൂടിയാണ് കേട്ടോ. അത്തരത്തിൽ മനുഷ്യരെ കർമ്മോന്മുഖനും ധാർമ്മിക ബുദ്ധിയുള്ളവനുമാക്കുന്ന മനുഷ്യത്വ ബോധത്തെ വീണ്ടെടുക്കാനുള്ള യത്നമാണ്, അല്ലെങ്കിൽ ഒരു ശ്രമമാണ് ഇവിടെ ആര് നടത്തുന്നത്? വീട്ടി ഭട്ടതിരിപ്പാട് നടത്തുന്നത്. ഇത്രയാണ് നമ്മളെ 3ാമത്തെ യൂണിറ്റിൽ വരുന്നത് കേട്ടോ. നമുക്ക് ഒരു യൂണിറ്റ് കൂടി ഈ ബ്ലോക്കിലുണ്ട്. കഴിയുമ്പോൾ അടുത്ത ബ്ലോക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക്സ്.